ഹായ്, ഇന്ന് ചക്കപ്പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ആണ്. ചക്ക എന്ന് പറയുന്നത് ഇടിച്ചക്ക വാങ്ങിയതായിരുന്നു. അത് കുറച്ച് മൂത്തത് കൊണ്ട് അങ്ങനെ ഉപ്പേരിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് കഴുകി കുക്കറിലിട്ട് മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു. ഒരു വിസിൽ വരുമ്പോൾ തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായാണ് വെന്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി അതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പ് കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ വേവിക്കാമെന്ന് കരുതി. തേങ്ങയുടെ അരപ്പിന് വേണ്ടി ഞാൻ എടുത്തത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ചതുക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പുഴുക്കിലേക്ക് മിക്സ് ചെയ്തിടുക. അത് ഞാനൊരു സംശയം വന്നതായിരുന്നു, മുഴുവൻ ഇടണോ എന്നുള്ളത്. പിന്നെ കുറച്ചിട്ട് ഇളക്കിയതിന് ശേഷം രണ്ടാമത് കൂടി എടുത്തു വെച്ചിരുന്ന ആ കൂട്ടുകൂടെ അതും കൂടെ ഇട്ടു. എന്നിട്ട് നല്ലോണം അതൊരു 5 മിനിറ്റ് കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം മൂടി വെച്ച് വേവിച്ച് അതിലേക്ക് എയർ കുടുങ്ങി അത് ഒന്നുകൂടെ സെറ്റായി വരും. ഞങ്ങളൊരു ഇടിച്ചക്കയുടെ പകുതി വാങ്ങിയത് 140 രൂപയ്ക്കാണ്. ഇത് കുറച്ചൊന്ന് ഇങ്ങനെ നല്ലോണം വലിയതായത് കൊണ്ടാണ് ഇങ്ങനെ പുഴുക്ക് മാതിരി ഉണ്ടാക്കിയത്. പിന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല മണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, കടുക്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നല്ലൊരു വറവ് കൂടെ ആക്കിയാൽ നമ്മുടെ സിമ്പിളായിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ കട്ടൻ ചായയുടെ കൂടെയോ സൈഡൊക്കെ കഴിക്കാൻ പറ്റും. ഇത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഈ വർഷത്തെ ഇത് ആദ്യത്തെ ചക്കയാണ്. കണ്ടപ്പോൾ ഒരു കൊതി തോന്നി മേടിച്ചതായിരുന്നു. അതിൽ ചക്കക്കുരുവൊക്കെ വന്നിട്ടുണ്ടായി, ചെറുതായി വന്നതായിരുന്നു ഈ ചക്ക. അങ്ങനെ ഇതെല്ലാം അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ അത് ഇളക്കിയെടുത്ത് ഞാൻ സെർവ് ചെയ്തു. കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ചക്കപ്പുഴുക്ക് റെഡി. പിന്നെ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ ചക്ക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നാടും വീടും ഇതൊക്കെ മിസ് ചെയ്യും. അങ്ങനെ ഒരു മിസ്സിങ് ഫീലിങ്സ് വന്നതുകൊണ്ടാണ് ഞങ്ങളും ഇത് മേടിച്ചത്. പിന്നെ ചക്ക കേരളത്തിൻ്റെ സ്വന്തം പഴം, രുചിയിലും ഗുണത്തിലും സമ്പന്നം എന്ന് പറഞ്ഞത് മാതിരിയല്ലേ. ഇളഞ്ഞ ചക്ക കൊണ്ടാണ് പുഴുക്കും തോരനും കറി, സാമ്പാറൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഫൈബറും വിറ്റാമിനും ധാരാളം ഉള്ളതിനാൽ ചക്ക വളരെ നല്ലതാണ്. ചക്കക്കാലം വന്നാൽ വീട്ടിൽ വിഭവങ്ങളുടെ ഉത്സവം തന്നെയാണല്ലോ അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.